തിരുവചന സത്യങ്ങൾ എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യേശുവിൻ്റെ സഹോദരങ്ങൾ എന്ന വിഷയമാണ്. ഇന്ന് പല പഠിപ്പിക്കലുകളും തത്വങ്ങളും വാദങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട്. യേശുവിൻ്റെ സഹോദരങ്ങൾ അതായത് യോസേപ്പിൻ്റെ മക്കളാണ്, യോസേപ്പിൻ്റെ ഫസ്റ്റ് വിവാഹത്തിലെ മക്കളാണ്. ചിലർ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ചിലർ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ബന്ധുക്കളുടെ കസിൻസിൻ്റെ മക്കളാണ് എന്നൊക്കെ പറയും. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശുവിൻ്റെ അമ്മയെ അപമാനിക്കാൻ അല്ല, അത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് യേശുവിൻ്റെ അമ്മയെ ബഹുമാനിക്കാനും യേശുവിൻ്റെ അമ്മ ജീവിച്ചതുപോലെ ഒരു വിശുദ്ധ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ഇതിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് സത്യം നമ്മൾ അറിയണം. നല്ല ഭക്തരായി നല്ല വിശ്വാസിയായിട്ട് നമ്മൾ ജീവിക്കണം. കാരണം മുറി വൈദ്യം ആളെ കൊല്ലും. കാരണം ഇന്ന് അടിസ്ഥാനമില്ലാത്ത ഉപദേശങ്ങളുമായി പലരും വരുന്നുണ്ട്. അതിനൊന്നും വചനത്തിൽ ബേസിക് ഇല്ല, അടിസ്ഥാനമില്ല. നാം ഇന്ന് പഠിക്കുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. കാരണം യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ്, വഴിതെറ്റി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നത്. യേശുവിൻ്റെ സഹോദരൻ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് യേശുവിൻ്റെ സഹോദരന്മാർ ആരായിരുന്നു, എന്താണ് ബൈബിൾ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ സഹോദരന്മാർ ആരായിരുന്നു? അവർ യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാരായിരുന്നോ അതോ കസിൻസ് ആയിരുന്നോ? പുതിയ നിയമത്തിൽ എത്ര യാക്കോബുമാരുണ്ട്? അൽഫായിയുടെ മകൻ യാക്കോബും സബദിയുടെ മകൻ യാക്കോബും യേശുവുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ഇവിടെ മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കോ പാരമ്പര്യങ്ങൾക്കോ അപ്പുറം ദൈവവചനം എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് പരിശോധിക്കാം. ബൈബിൾ നൽകുന്ന കുടുംബ പട്ടികയിൽ നമുക്ക് ആദ്യത്തെ അടിസ്ഥാന വചനം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യത്തിലാണ് നാം കാണുന്നത്. അതൊരു കുടുംബത്തിന്റെ ഒരു പട്ടികയായിട്ട് അവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 13:55. ഇവിടെ ഇങ്ങനെ പറയും, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവിടെ 4 പേരാണ് യേശുവിന്റെ സഹോദരന്മാർ. പിന്നെ സഹോദരിമാരെ കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബ്, യോസെ, ശീമോൻ, യൂദ. അപ്പൊ 4 പേരെ കുറിച്ച് അവിടെ പറയുകയാണ് ആ കുടുംബ പട്ടികയിൽ. അതിൽ യേശുവും ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6:3 അതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇവൻ 6:3 ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്ങൾ ഇടറിപ്പോയി. അപ്പൊ വ്യക്തമായി ആ കുടുംബത്തിൽ, യേശു ജനിച്ച കുടുംബത്തിൽ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ ഈ 4 സഹോദരന്മാരും മറ്റ് സഹോദരികളും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. ഈ 2 സുവിശേഷങ്ങളിലും 4 സഹോദരന്മാരുടെ പേരുകൾ വ്യക്തമായി കൊടുക്കുന്നു. യാക്കോബ്, യോസ, ശീമോൻ, യൂദ. അവനോടൊപ്പം സഹോദരിമാരും ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷ കാലത്തെ സഹോദരന്മാർ, യേശുവിന്റെ ഭൗമിക ശുശ്രൂഷയിൽ ഇവരെ നാം കാണുന്നുണ്ട്. യോഹന്നാൻ 2:12. അനന്തരം 2:12, യോഹന്നാൻ 2:12. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കവർന്നാഭൂമിലേക്ക് പോയി. അവിടെ അവർ ഏറെ നാൾ പാർത്തില്ല. അപ്പൊ ഇവിടെ കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ ഈ 4 സഹോദരങ്ങളും യേശുവിൻ്റെ അമ്മയും ചേർന്നാണ്
എപ്പോഴും നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ബൈബിൾ പ്രസന്റ് ചെയ്യുന്നത് അവിടെ ഇങ്ങനെയാണ്. യോഹന്നാൻ 2:12 അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കബർനൗമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർത്തില്ല. അപ്പൊ അമ്മയും സഹോദരന്മാരും പറയുന്നതോടൊപ്പം തന്നെ ശിഷ്യന്മാര് വേറെ പറയുന്നുണ്ട്. കാരണം ശിഷ്യന്മാർ 12 പേരുണ്ട്. അപ്പൊ മാത്രമല്ല, അവനും അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കബർനൗമിലേക്ക് പോയി എന്ന് വ്യക്തമായി വേർതിരിച്ച് പറയുകയാണ്. അപ്പൊ ശിഷ്യന്മാര് വേർതിരിച്ച് പറയുന്നു, കുടുംബത്തിൽ താമസിക്കുന്നവരെ വേർതിരിച്ച് പറയുന്നു. അപ്പൊ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. യേശുവിന്റെ അമ്മയുടെ സഹോദരി എന്ന് മാത്രമേ അവിടെ വചനം പറയുമ്പം യേശുവിന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവർക്ക് മക്കളുണ്ടെന്നോ ഈ മക്കൾ ആരൊക്കെയാണെന്നോ ഒന്നും പറയുന്നില്ല ബൈബിളിൽ. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രസന്റ് ചെയ്ത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് മാനവകുലത്തിന്റെ രക്ഷകൻ, ക്രിസ്തുവാണ് പാപവിമോചകൻ, ക്രിസ്തുവാണ് ദൈവം. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, അപ്പൊ അവനും അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കബർനൗമിലേക്ക് പോയി എന്ന് വ്യക്തമായി പറയുന്നു. അപ്പം മറ്റു 2 മറിയമാരും യേശുവിന്റെ ബന്ധുക്കളായി പറയുന്നില്ല. ബൈബിളിൽ ഒരിടത്തും ഇല്ല. യേശുവിന്റെ അമ്മയായ മറിയമല്ലാതെ മറ്റു 2 മറിയന്മാരുടെ പേരുണ്ട്. ആ മറിയമാരും യേശുവിന്റെ അമ്മയായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ബന്ധുക്കളായിട്ട് പറയുന്നില്ല. എന്നാൽ യേശുവിന്റെ അമ്മയുടെ സഹോദരി എന്ന് മാത്രം പറഞ്ഞ് അവിടെ മറ്റൊന്നും പരാമർശിച്ചില്ല. അമ്മയുടെ സഹോദരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടാതെ ബാക്കി അവിടെ 2 യാക്കോബുമാരുണ്ട്. യേശുവിന്റെ സഹോദരൻ യാക്കോബ് കൂടാതെ മറ്റു 2 യാക്കോബുമാരും കൂടെ ഉണ്ട്. ആ 2 യാക്കോബുമാരും യേശുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ്. മനസ്സിലാക്കണം, അൽഫായുടെ മകനായ യാക്കോബും സബദിയുടെ മകനായ യാക്കോബും യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ പെട്ട ആളാണ്. അവർ 2 പേരും യേശുവിന്റെ ബന്ധുക്കളല്ല എന്ന് ബൈബിൾ പറയുന്നില്ല. അതേക്കുറിച്ച് പറയുമ്പോഴൊക്കെയും യേശുവിന്റെ സഹോദരന്മാർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഒന്നും യേശുവിന്റെ സഹോദരന്മാരായി ഇവരെ ഒന്നും പരിഗണിച്ചിട്ടില്ല, അവിടെ പറയുന്നില്ല. മറിച്ച് യേശുവിന്റെ സഹോദരന്മാരായി പറയുന്നത് ഈ യാക്കോബ്, യോസ, യൂദ, ശീമോൻ, ഈ 4 പേരെയാണ്. പിന്നെ സഹോദരികളെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ആരംഭത്തിൽ അവർ യേശുവിനിൽ വിശ്വസിച്ചിരുന്നില്ല. അതാണ് രസം. ആരംഭത്തിൽ ഇന്ന് ചില ആളുകൾ പഠിപ്പിക്കുന്നത് ഈ കസിൻസ് ആണ്. ഈ നമ്മൾ പറഞ്ഞ യാക്കോബുമാരും യൂദമാരും ഒക്കെയാണ് യേശുവിന്റെ കസിൻസ് ആണ്, അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ്, അവരെയാണ് സഹോദരന്മാര് എന്ന് പറഞ്ഞാണ് ഇവര് വെള്ളപൂശുന്നത്. അത് തെറ്റായ ഉപദേശമാണ്, അത് തെറ്റായ പഠിപ്പിക്കലാണ്, അടിസ്ഥാനമില്ലാത്ത പഠിപ്പിക്കലാണ്. നമ്മുടെ അടിസ്ഥാനം വചനമാണ്. എത്ര വലിയ പാരമ്പര്യങ്ങളാണെങ്കിലും അതെല്ലാം യേശു പറഞ്ഞ വാക്കുകളിൽ നിന്ന്, വചനങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അല്ലാത്തതൊന്നും പാരമ്പര്യമല്ല, അതൊക്കെ മനുഷ്യ സൃഷ്ടികളാണ്. നമുക്കറിയാം, യേശുവിന്റെ വചനമാണ് സത്യം. ഈ ലോകത്തെല്ലാം മായമായിരിക്കെ വചനം പറയുന്നു, വചനമാണല്ലോ സത്യം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നു, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പൊ മറ്റുള്ള ആളുകൾ പറയുന്ന, ഇത് തെറ്റായി പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്ന, ഇവന്റെ കസിൻസ് ആണെന്ന് പറയുന്ന സഹോദരങ്ങൾ യവനിൽ വിശ്വസിച്ചില്ല. അപ്പോ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട, യാക്കോബ് എന്ന് പറയുന്ന ഈ 2 യാക്കോബുമാര്, അപ്പോ ഇവരെല്ലാം ഈ കർത്താവിനെ വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ. ഈ 12 ശിഷ്യന്മാർ കൂടെ ഉള്ളവരാ. യേശു പോകുന്നിടത്തൊക്കെ യേശുവിനെ അനുഗമിക്കുന്നവരാ. അപ്പൊ അവർ വിശ്വസിക്കാതെ അനുഗമിക്കാൻ പറ്റുമോ? അപ്പൊ അവരെ കുറിച്ചല്ല ഇവിടെ വിശ്വസിച്ചില്ല എന്ന് പറയുന്നത്. യേശുവിന്റെ സഹോദരങ്ങൾ യാക്കോബ്, യോസ, യൂദ, ശീമോൻ. അതിന് കാരണമുണ്ട്. കാരണം യേശു അവർക്കൊരു ശല്യമായി മാറി, ഈ 4 സഹോദരങ്ങൾക്കും. കാരണം ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാര്യമായി. കാരണം യേശു ദൈവമാണെന്ന് പറയുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അവനെ അപ്പം കൊന്നു കളയും. യേശുവിന്റെ സഹോദരന്മാര് ഇവനെ പലപ്പോഴും പിടിച്ചു കൊണ്ടാനായിട്ട് അമ്മയും സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ട്.
നമുക്ക് കാണാം, ഈ അവന് അമ്മയും സഹോദരന്മാർ പുറത്ത് കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യേശു പോയില്ല. യേശുവിന്റെ അമ്മ പലപ്പോഴും വന്ന് ഇവനെ പിടിച്ചുകൊണ്ടായി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും യേശു പോയില്ല. ഇവിടെ തിരിച്ചറിയേണ്ട, അവർക്ക്, യേശുവിന്റെ സഹോദരന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ മറ്റ് യാക്കോബുമാരും യോസമാരും യൂദമാരൊക്കെ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? യേശുവിന്റെ ശിഷ്യഗണത്തിൽ, 12 ശിഷ്യഗണത്തിൽ യേശുവിൽ വിശ്വസിച്ച് അവന്റെ കൂടെ നടന്നവരാണ്. ഇവിടെ വചനം പറയുന്നു, പ്രത്യേകം പറയുകയാണ്, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിന് സ്വന്തമായിട്ട് 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, തന്റെ അമ്മയിൽ യോസേപ്പിൽ 4 മക്കൾ പിന്നെയും ഉണ്ടായി എന്നാണ് പറയുക. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്, ജോസഫ് മുഖാന്തരമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. അപ്പൊ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇവർ വിശ്വസിച്ചത്? ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം. അത് ഇവർക്ക് ഈ അവസ്ഥ മാറി. അപ്പോസ്തലപ്രവൃത്തി 1:14. കാരണം അവിടെ അവർക്ക് വിശ്വാസം വന്നു. യേശു പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വാസം വന്നു. അപ്പോസ്തലപ്രവൃത്തി 1:14 ഇവർ എല്ലാവരും സ്ത്രീകളോടും അവന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പൊ ആദ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന, അവനിൽ വിശ്വാസമില്ലാത്ത ഈ സഹോദരങ്ങള് യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം എന്ത് ചെയ്തു? ഇവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവൻ പറഞ്ഞ സത്യമാണ് എന്ന് ഈ സഹോദരങ്ങൾക്ക്, യാക്കോബ്, യോസ, യൂദാ, ശീമോൻ, ഈ 4 പേർക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മയോടുകൂടെ ഇവർ ഒരുമനപ്പെട്ട് ആ സഹിയോന്റെ മാളികയില്, മർക്കോസിന്റെ മാളികയിൽ പ്രാർത്ഥിക്കാനായിട്ട് കൂടിയിരിക്കുകയാണ്. അവിശ്വാസത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിന്റെ സാക്ഷികളായി പിന്നെ മാറുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യേശുവിന് കറക്റ്റായിട്ട് ബൈബിൾ പറയുന്നു 4 സഹോദരങ്ങൾ, യാക്കോബ്, യോസ, യൂദ, ശീമോൻ, പിന്നെ ആരുണ്ട് കൂടെ? സഹോദരിമാരുമുണ്ട്. എന്നുവെച്ചാൽ മറിയത്തിനും മറ്റു മക്കൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അവന്റെ സഹോദരന്മാർ അവന് വിശ്വസിച്ചില്ല എന്ന് യോഹന്നാൻ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ കസിൻസ് എന്ന് പറയുന്ന യാക്കോബും യൂദമാരും യോസമാരും ഒക്കെ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? നമ്മുടെ യേശുവിന്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും അവരെ കുറിച്ചല്ല ഈ സഹോദരങ്ങൾ പറയുന്നത്. കുടുംബത്തിന്റെ പേര് ചേർത്ത് പറയുമ്പോൾ ഈ യാക്കോബ്, യോസ, യൂദ, ശീമോൻ, ഈ 4 പേരും യേശുവിന്റെ കുടുംബത്തിന്റെ പട്ടികയിൽ വരുമ്പോഴാണ് അത് വ്യക്തമായിട്ട് നമ്മൾക്ക് പഠിച്ചാൽ മനസ്സിലാകും. ഇനി പുതിയ നിയമത്തിലെ യാക്കോബുമാരൊക്കെ ഇവിടെ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇവര് ഈ അടിസ്ഥാനമില്ലാതെ പഠിപ്പിക്കുന്നവര്, വചനത്തിന് അടിസ്ഥാനമില്ലാതെ ബൈബിൾ എന്താണെന്നോ യഥാർത്ഥ പാരമ്പര്യം എന്താണെന്നോ പഠിപ്പിക്കാത്ത, ഇത് അപ്പോസ്തോലിക പാരമ്പര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോസ്തോലിക പാരമ്പര്യം എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാർ കണ്ടതും അപ്പോസ്തലന്മാർ കേട്ടതും, യോഹന്നാൻ പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവന്റെ വചനങ്ങളെ പ്രഘോഷിക്കുന്നു എന്നാണ്. അതാണ് ബൈബിളിനെ കുറിച്ച് പറയുക. ഇനി പുതിയ നിയമത്തിൽ എത്ര യാക്കോബുമാരുണ്ട്? ഒന്ന് സബദിയുടെ മകൻ യാക്കോബ്. മത്തായിയുടെ സുവിശേഷം 4:21 അത് പറയുക. പിതാവ് സബദി, സഹോദരൻ യോഹന്നാൻ, ഇയാൾ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ്. മത്തായിയുടെ സുവിശേഷം 4:21 അത് പറയുക. അവിടെ നിന്ന് മുന്നോട്ട് പോയാറെ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്നു വേറെ 2 സഹോദരന്മാർ പടകിൽ ഇരുന്നു. അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അപ്പൊ സബദിയുടെ മകനാണ് ആ യാക്കോബ്, അല്ലാതെ യേശുവിന്റെ കസിൻ അല്ല. 12 ശിഷ്യന്മാരിൽ ഒരാളായ യാക്കോബാണ്. ഇനി അൽഫായിയുടെ മകൻ യാക്കോബ്. ഞാൻ പറഞ്ഞ 3 യാക്കോബുമാരാണ് അവിടെ ഉള്ളത്. ഒന്ന് യേശുവിന്റെ സഹോദരനായ യാക്കോബ്, ഒന്ന് സബദിയുടെ മകനായ യാക്കോബ്, ഒന്ന് അൽഫായിയുടെ മകനായ യാക്കോബ്. മത്തായിയുടെ സുവിശേഷത്തില് 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, പിതാവ് അൽഫായി, ഇയാളും 12 അപ്പോസ്തലന്മാരിൽ
അദ്ദേഹത്തിന്റെ പിതാവ്, ഈ യാക്കോബിന്റെ പിതാവ് അൽഫായി എന്നാണ്. ഇയാൾ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ്, ഈ അൽഫായിയുടെ മകൻ യാക്കോബ്. മത്തായിയുടെ സുവിശേഷം 10:3 അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമോയി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായിയുടെ മകനായ യാക്കോബ്. അപ്പൊ ഇങ്ങനെ 2 യാക്കോബ്, ഒന്ന് സബദിയുടെ മകൻ യാക്കോബ്, 2 അൽഫായിയുടെ മകൻ യാക്കോബ്. പിന്നെ പരാമർശിക്കുന്ന യാക്കോബ് യേശുവിന്റെ സ്വന്തം സഹോദരനായ, അമ്മയുടെ ഉദരത്തിൽ ജനിച്ച, യേശുവിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച, യോസേപ്പ് പിതാവിനാൽ ജനിച്ച യാക്കോബാണെന്ന് ബൈബിളിൽ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇനി കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1:19 പറയുന്നത്. ഗലാത്യ 1:19. എന്നാൽ കർത്താവിന്റെ പ്രത്യേകം പറയുക, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. അപ്പൊ കർത്താവിന്റെ സഹോദരൻ എന്ന് പൗലോസ് എടുത്ത് പറയുക. അപ്പൊ ഇതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കാം. അതായത് പുനരുദ്ധാനത്തിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ യാക്കോബിനാണ്. ഈ 12 അപ്പോസ്തലന്മാർക്കും 12 ശിഷ്യന്മാർക്കും ആദ്യം കണ്ടത് അവിടെ ആ വചനം എഴുതി വെക്കുമ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിനും പിന്നെ 12 ശിഷ്യന്മാർക്കും എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 12 ശിഷ്യന്മാരെന്നല്ല, തന്റെ ശിഷ്യന്മാർക്കും, ആദ്യം യാക്കോബിനും പിന്നെ ശിഷ്യന്മാർക്കും കാണുകയാണ്, യേശുവിനെ കാണുകയാണ്. ഇതിന് ശേഷമാണ് ഈ യാക്കോബിനൊക്കെ വിശ്വാസം വന്നത്. അപ്പോ സബദിയുടെ മകനോ അൽഫായിയുടെ മകനോ യേശുവിന്റെ സഹോദരന്മാരാണെന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എന്നത് മറ്റൊരു വ്യക്തിയാണ്. ഈ 2 സബദിയുടെ മകൻ യാക്കോബല്ല, അൽഫായിയുടെ മകൻ യാക്കോബല്ല. ബൈബിൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും. ഈ യാക്കോബ് എന്ന് പറയുന്നത്, ലേഖനം എഴുതിയ യാക്കോബ് എന്ന് പറയുന്നത് കർത്താവിന്റെ സ്വന്തം സഹോദരനാണ്. ഇദ്ദേഹമാണ് പിന്നീട് യെരുശലേം സഭയുടെ പ്രധാന ശുശ്രൂഷ നയിച്ചത്. തൂണുകൾ എന്ന് എന്താണ് കേഫാവ്, യാക്കോബ്, യോഹന്നാൻ. അപ്പൊ ഈ യാക്കോബ്, തൂണുകൾ എന്ന് എണ്ണപ്പെടുന്ന യാക്കോബ്, അത് 3 പേരിൽ ഒരാളായി ഇദ്ദേഹം ഈ യെരുശലേം സഭയുടെ പ്രധാന ശുശ്രൂഷകനായി ഈ യാക്കോബ് മാറുകയാണ്. അത് ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് പുതിയ നിയമത്തില് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, പുതിയ നിയമത്തിൽ എത്ര യൂതന്മാരുണ്ട്. യൂത എന്നുവരിൽ പ്രധാനമായി 3 പേരെ കാണാം പുതിയ നിയമത്തിൽ. കാരണം ഇതൊന്നും മനസ്സിലാകാത്തത് കൊണ്ടൊന്നുമല്ല ആളുകൾ ഇതൊക്കെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം അതൊക്കെ തെറ്റായി പഠിപ്പിച്ചാൽ അവർ വരുമാനം നിൽക്കും. കാരണം ഇങ്ങനെയൊക്കെ തെറ്റായി പഠിപ്പിച്ചത് കൊണ്ട് അവർക്ക് മറ്റു പല രീതിയിലും അവർക്ക് മറ്റു വരുമാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ലഭിക്കും. എന്നാൽ ക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വെച്ച് അധികം പൈസ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്നത് ഏകരക്ഷകനാണ്, അത് ദൈവമാണ്, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഏക പാപപരിഹാര ബലിയായി തീർന്നവനാണ്. അപ്പം യൂതമാരെ കുറിച്ച് പറയുമ്പോൾ 3 യൂതമാരെ ബൈബിളിൽ കാണാൻ കഴിയും. ഒന്ന് യൂദാസ്കരിയാത്ത് എന്ന് വെച്ചാൽ യോഹന്നാൻ 6:71 ഒറ്റിക്കൊടുത്ത യൂദ. യോഹന്നാൻ 6:70-71 യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്നുത്തരം പറഞ്ഞു. അത് അവൻ ശീമോൻ ഇസ്കരിയാത്താവിന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. ഇവർ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവൻ ആരായിരുന്നു? അപ്പൊ യാക്കോബിനെ മനസ്സിലായി, യൂദയെ നമ്മൾ മനസ്സിലാക്കുകയാണ്, യേശുവിന്റെ സഹോദരനെ. ഈ ഇപ്പൊ ഞാൻ യൂദയെ കുറിച്ച് പറയുകയാണ്. ഈ യൂദ ആരാണ്? അപ്പോസ്തലന്മാരിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഒറ്റിക്കൊടുത്തത്. ശീമോൻ ഇസ്കരിയാത്താവിന്റെ മകനാണ് ഈ യൂദ. നീ യാക്കോബിന്റെ യൂദ, അപ്പോസ്തലനായ പൗലോസ് 6-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം ലൂക്കാസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് പറയുന്നുണ്ട് യാക്കോബിന്റെ സഹോദരനായ യൂദയെ കുറിച്ച്. മത്തായി 6:15-16. മത്തായി, തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന
ഇസ്കരിയാത്ത യൂദ എന്നിവർ തന്നെ. അപ്പൊ ഇവിടെ പറയുന്നത് യാക്കോബിന്റെ സഹോദരനായ യൂദ. ഏത് യാക്കോബിന്റെയാണ്? അൽഭായിയുടെ മകൻ യാക്കോബ്. ആ യാക്കോബിന് ഒരു സഹോദരനുണ്ട്. സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് യൂദ എന്നാണ്. ചെറിയ യാക്കോബിന്റെ സഹോദരൻ അതാഹമായിട്ട് വരും. ആ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ വായിക്കണം. അപ്പൊ യൂദ, അപ്പൊ രണ്ട് യൂദമാരെ, ഒന്ന് യാക്കോബിന്റെ സഹോദരൻ യൂദ, ഒന്ന് യൂദസ്കരിയാത്ത. അപ്പൊ രണ്ടായി. ഇനി മൂന്നാമത്തത് നമ്മുടെ യേശുവിന്റെ സഹോദരനായ യൂദ. മത്തായി 13:55 പറയുന്ന വ്യക്തി യൂദ 1:1. യൂദ 1:1 ഇതാണ്. യാക്കോബ് മത്തായി 13:51 വായിച്ചു. യാക്കോബ്, യോസ, യൂദ, ശീമോൻ. അതിൽപ്പെടുന്ന യൂദ. അത് അപ്പം 3 യൂദന്മാരുണ്ട്. ഒന്ന് ചെറിയ യാക്കോബിന്റെ അനിയനായ യൂദ, മറ്റത് യൂദസ്കരിയാത്ത. അപ്പൊ രണ്ടായി. മൂന്നാമത്തെ യൂദ ആരാണ്? മൂന്നാമത്തെ യൂദ യേശുവിന്റെ സഹോദരനായ യൂദയാണ്. അത് യൂദയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാ, യേശു ക്രിസ്തുവിന്റെ ദാസനും. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം, പുനരുദ്ധാനത്തിന് ശേഷം യേശുവിന്റെ സഹോദരനായ യൂദ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ഇദ്ദേഹം ഈ യാക്കോബ് യേശുക്രിസ്തുവിന്റെ സഹോദരനായ യൂദയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ 3 യൂദമാരുള്ളത്. ഒന്ന് യൂദസ്കരിയാത്ത, പിന്നെ രണ്ടാമത്തത് ആരാണ്? ചെറിയ യാക്കോബിന്റെ സഹോദരൻ യൂദ, മൂന്നാമത്തത് യേശുവിന്റെ സഹോദരനായ യൂദ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, യേശുവിന് യാക്കോബ്, യോസ, യൂദ, ശീമോൻ 4 സഹോദരന്മാരും സഹോദരികളും ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാകണം. ഇനി പുതിയ നിയമത്തിൽ സഹോദരൻ എന്ന വാക്ക് എന്നതിന് ഗ്രീക്കിൽ പറയുന്നത് അദൽഫോസ് എന്നാണ്. അദൽഫോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമാണത്. ഇവിടെ ഗ്രീക്ക് ബൈബിളിൽ ഇവിടെ അദൽഫോസ് എന്നാണ് പറയുക യേശുവിന്റെ സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ. എന്നാൽ കസിൻ അല്ലെങ്കിൽ രക്തബന്ധമുള്ള ബന്ധു എന്ന് അൽപ്സിയോസ് എന്നാണ്. അൽപ്സിയോസ് ബന്ധു, കസിന് പറയുന്നതാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ബൈബിളിലും ബ്രദറേൻ എന്നാണ് പറയുക, അല്ലാതെ കസിൻസ് എന്നല്ല. ഇവിടെ ഗ്രീക്ക് ബൈബിളിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രീക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അനസ്പിയോസ് എന്നാണ്. അനസ്പിയോസ്. അപ്പം പ്രത്യേക പദമുണ്ട് അതിന്. അദൽഫോസ് എന്ന് സ്വന്തം സഹോദരന് പറയുമ്പോൾ അനപ്സിയോസ് എന്ന് പിന്നെ എന്താണ്? ബന്ധു അല്ലെങ്കിൽ കസിൻസ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അദൽഫോസ് ആണ് യേശുവിന്റെ സഹോദരങ്ങളെ കുറിച്ച് പറയുമ്പോഴുള്ളത്. അപ്പൊ രക്തബന്ധമുള്ള ബന്ധു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമുക്ക് ഉദാഹരണത്തിന് കൊളോസിയർ ലേഖനം 4:10 ബർണാബാസിന്റെ കസിൻ മർക്കോസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അനപ്സിയോസ് ആണ്. അനപ്സിയോസ്. ഇനി യോഹന്നാൻ 19:25 ക്രൂശിലിരുന്ന പല സ്ത്രീകളെ കുറിച്ച് പറയുന്നു. യേശുവിന്റെ അമ്മയായ മറിയ, അമ്മയുടെ സഹോദരി ക്ലേപ്പാവിന്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരി മറിയ. ഇവിടെ യേശുവിന്റെ അമ്മയായ മറിയ, അമ്മയുടെ സഹോദരി എന്ന് പറയുന്നുള്ളൂ, പേര് പറയുന്നില്ല. യേശുവിന്റെ അമ്മയുടെ സഹോദരി എന്ന് പറയുന്നുള്ളൂ, അവരെ മക്കളെ കുറിച്ച് പറയുന്നില്ല, അവരുടെ പേരും പറയുന്നില്ല. എന്നാൽ മറ്റു 2 മറിയമാരുണ്ട്. അവരാരൊക്കെയാണ്? ആ 2 മറിയമാരും യേശുവിന്റെ കസിനല്ല, യേശുവിന്റെ അമ്മയുടെ കസിനല്ല, ബന്ധുവല്ല, അനീതി എഴുത്തിയൊന്നുമല്ല. വ്യക്തമായി പറയുന്നു. ക്ലേഫാവിന്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരി മറിയ. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇനി മറ്റൊരു ഭാഗത്ത് ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയെ കുറിച്ച് പറയുന്നു. മർക്കോസ് 15:10 സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. അപ്പൊ 3 യേശുവിന്റെ അമ്മയെ കൂടാതെ 3 മറിയമാരുണ്ട്. ഒന്ന് മഗ്ദലക്കാരി മറിയ,
രണ്ട് പിന്നെ പിന്നെ ചെറിയ യാക്കോബിന്റെയും അമ്മ മറിയ, പിന്നെ ആരാണ് ക്ലേഫാവിന്റെ ഭാര്യയായ മറിയ. ഇങ്ങനെ 4 മറിയ, യേശുവിന്റെ അമ്മ കൂടെ 4 മറിയമാർ. കാരണം അക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിലുള്ള പേരുകളാണ് മറിയ, യൂദ, യോസെ എന്നുള്ള പേരുകൾ, യാക്കോബ് എന്നുള്ള പേരുകൾ. അപ്പൊ അത് പലർക്കും ഉണ്ട് ആ പേരുകൾ ആ നാട്ടിൽ. പക്ഷെ ഇവിടെ ബൈബിളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഈ യേശുവിന്റെ സഹോദരങ്ങളെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ 4 പേരാണ്. മറ്റു ശിഷ്യന്മാർക്കും സഹോദരങ്ങളൊക്കെ ഉണ്ട്. ആ ശിഷ്യഗണത്തിൽ ഈ 2 പേരുണ്ട്. 2 യാക്കോബുമാരുണ്ട് അവിടെ, 2 യൂദമാരുണ്ട് അവിടെ, യോസയുണ്ട്. അപ്പോ അത് നമ്മൾ തിരിച്ചറിയണം. ഇനി മാത്രമല്ല യാക്കോബിന്റെ അമ്മയായ മറിയ തന്നെയാണ് യേശുവിന്റെ അമ്മയുടെ സഹോദരി എന്ന് ബൈബിൾ പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. അപ്പം യേശുവിന്റെ അമ്മയുടെ സഹോദരി എന്ന് മാത്രമേ പറയുന്നു, അവർക്ക് മക്കളുണ്ടായി പറയുന്നില്ല. മറ്റ് 2 മറിയമാരുടെ മക്കളാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നല്ലയോ? കണ്ടോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരല്ലയോ? വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പം മറിയത്തോടുള്ള ബഹുമാനവും ദൈവത്തിനുള്ള ആരാധനയും. മറിയത്തോട് നമുക്ക് ബഹുമാനം വേണം. കാരണം മറിയം നല്ല ക്രിസ്തീയ ജീവിതം നയിച്ച അനുഗ്രഹിക്കപ്പെട്ട ബഹുമാനിക്കപ്പെടേണ്ട സ്ത്രീയാണ് യേശുവിന്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പം അവരോടുള്ള ആദരവോടുകൂടെ തന്നെ പറയുകയാണ്, എന്താണ്, ഒരിക്കലും ആരാധനയോ പ്രാർത്ഥനയോ അവർക്ക് കൊടുക്കാനായിട്ട് പാടില്ല. യേശുവിന്റെ അമ്മയായ മറിയെ ബൈബിൾ ഒരിക്കലും ഒരിടത്തും അപമാനിക്കുന്നില്ല. അവൾ ദൈവകൃപ ലഭിച്ചവളും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളുമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:26 പറയുന്ന 28 പറയുന്ന എന്താണ്, ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. അപ്പം മറിയത്തിന് കൃപ ലഭിച്ചു യേശുവിന് ജന്മം കൊടുക്കാൻ. മറിയം ഒരു സാധാരണ ഒരു സഹോദരിയായിരുന്നു. അവർക്ക് വിവാഹത്തിന് ശേഷം മക്കളുണ്ടായി, കല്യാണം കഴിഞ്ഞു, മക്കളുണ്ടായി. യേശുവിന് ജന്മം കൊടുക്കുമ്പോൾ യേശുവിന് ഗർഭം ധരിക്കുമ്പോൾ അവർ കന്യകയായിരുന്നു. പിന്നീട് അവർ വിവാഹം കഴിച്ചു. അവർ യോസഫിനെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ പിന്നെ സഹോദരിമാരും ഇങ്ങനെ മക്കളുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ. ബൈബിൾ അതാണ് പറയുന്നത്, അസന്നിഗ്ധമായി അതാണ് പറയുക. മാത്രമല്ല എല്ലാ തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന് തീർച്ചയായിട്ടും ലൂക്കോസ് 1:48 പറയുന്നുണ്ട്. നാം മറിയെ തീർച്ചയായും ബഹുമാനിക്കണം. പക്ഷേ മറിയം ദൈവത്തിന്റെ മാതാവല്ല, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ അമ്മയാണ്. കാരണം ദൈവം സൃഷ്ടിക്കപ്പെട്ടത് അല്ല, ദൈവം സ്വയംഭൂവാണ്. കാരണം യേശു ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം പറയുന്നു അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ യേശുവാണ് കൃപ നിറഞ്ഞവൻ, മറിയം കൃപ ലഭിച്ചവൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. യേശു കൃപ നിറഞ്ഞവനാണ്, പക്ഷെ മറിയം കൃപ ലഭിച്ചവളാണ്. അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 1:28 പറയുന്നു, ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. അവൻ തന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പൊ എന്നാൽ ബഹുമാനവും ആരാധനയും രണ്ടാണ്. ഇന്ന് ബഹുമാനമല്ല, കുറെ അധികം ആളുകൾക്ക് തെറ്റായ എന്താ പറയാ, അതായത് അവരുടെ പാരമ്പര്യത്തിൽ അവര് ബാല്യം മുതലേ പഠിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക, ബഹുമാനമല്ല മറിയത്തോട്, അവർക്ക് ആരാധനയാണ്. എന്നാൽ ആരാധിക്കാൻ യോഗ്യൻ
യേശു മാത്രമാണ്. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ അല്ലാതെ മറ്റാരെയും നമുക്ക് ആരാധിക്കാനോ വണങ്ങാനോ പ്രാർത്ഥിക്കാനോ അവകാശമില്ല. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോ 20:3 ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മത്തായി 4:10 യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ വെളിപാട് 19:10 ഇങ്ങനെ പറയും, ദൂതൻ നമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ആരെ? യോഹന്നാനെ. യോഹന്നാൻ ഈ വെളിപാടുകൾ പറയുമ്പോൾ, ദൂതൻ യോഹന്നാനോട് സംസാരിക്കുമ്പോൾ ഇത് ദൈവദൂതനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ യോഹന്നാൻ ഈ ദൈവദൂതനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ വെളിപാട് 19:10 ഇങ്ങനെ പറയുക, ഞാൻ അവനെ നമസ്കരിക്കണം. യോഹന്നാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ ഒരിക്കലും ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ യോഹന്നാൻ ദൂതനെ നമസ്കരിക്കാൻ പോയപ്പോൾ സ്വർഗീയ ദൂതൻ പറയാണ്, നീ എന്നെ നമസ്കരിക്കരുത്, ഞാൻ നിങ്ങളുടെ ദാസനാണ്. ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട്, ദൂതന്മാരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോ അതൊക്കെ തെറ്റാണ്. അത് ആ വചനവുമായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. ഇന്ന് യേശുവിന്റെ സഹോദരന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ യോഹന്നാൻ പറയാണ്, ദൈവത്തെ മാത്രം നമസ്കരിക്കുക, യേശുവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവത്തെ നമസ്കരിക്കുക, യഹോവയെ നമസ്കരിക്കുക എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് ആരാധന ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. ഏക മധ്യസ്ഥൻ യേശു മാത്രമാണ്. അതുകൊണ്ട് ആരാധന ദൈവത്തിനും കൊടുക്കുക. മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 1 തിമോത്തിയോസ് 2:5 ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഒരു മാറ്റവും ഇല്ല. ഏക മധ്യസ്ഥൻ യേശു മാത്രമാണ്. ഇപ്പം അതായത് ഈ ചില ആളുകൾ മരിച്ചവർ എന്ത് ചെയ്യുന്നു എന്നുള്ള അജ്ഞത കൊണ്ട്, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച്, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ചില ആളുകൾ പറയും, എന്താ പറയാ, മറ്റ് മധ്യസ്ഥരോട് മറ്റുള്ള ആളുകളോ മരിച്ചുപോയ മനുഷ്യരോട് പ്രാർത്ഥിക്കാന്നൊക്കെ പറയും. കാരണം അതിന് അവർ അടിസ്ഥാനപരമായിട്ട് വചനം കൊണ്ടുവരുന്നത് ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുമാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ എന്താ പറയാ, അബ്രഹാം ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. അവർ പറയുന്ന അടിസ്ഥാനമില്ലാത്ത വചനം. അതിന് അവർ ജീവിച്ചിരുന്നപ്പോൾ ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ലോത്ത് ജീവിച്ചിരിക്കുന്നു, അബ്രഹാം ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അബ്രഹാം ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊക്കെയാണ് അവർ ഉദാഹരണം കൊണ്ടുവരുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ അവസ്ഥ എന്താണ് എന്ന് ഇവർ വ്യക്തമായിട്ട് അറിയുന്നില്ല. നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അവർക്ക് അറിവില്ല. നിദ്ര പ്രാപിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവരെ കുറിച്ചുള്ള അറിവില്ല. അജ്ഞത കൊണ്ടാണ് ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നത്. ഇനി തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. യോഹന്നാൻ 15:6 പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പൊ യേശുവിലൂടെ അല്ലാതെ പിതാവിലേക്ക് പ്രാർത്ഥനയായാലും എന്തായാലും എത്തില്ല. യോഹന്നാൻ 14:6 യേശുവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇനി അപ്പോസ്തലർ 4:30 മറ്റൊരുവനിലും രക്ഷയില്ല. പിന്നെ രക്ഷ തേടി മറ്റ് ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന കാര്യം എന്താ? മരിച്ചുപോയ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന കാര്യം എന്താ? മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യമക്കൾ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ അന്തിമ അധികാരം മനുഷ്യരുടെ പാരമ്പര്യങ്ങളോ അഭിപ്രായങ്ങളോ അല്ല. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അതിന്റെ അർത്ഥം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. പലർക്കും പല അഭിപ്രായം ഉണ്ടാകും, പല മതങ്ങൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അതൊക്കെ തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ അവരെ ഇഷ്ടം. പക്ഷെ ഞാൻ പറയുന്നത്, യേശു ഏകരക്ഷകനാണ്. യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഒരു ക്രിസ്തീയ വിശ്വാസിയെ കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്.
വിശ്വാസം എന്നത് പേഴ്സണലാണ്. അത് അവർക്ക് അവരുടെ ഇഷ്ടം ചെയ്യും. പക്ഷെ രക്ഷ യേശുവിലാണ്. പ്രിയരെ, നമ്മുടെ വിശ്വാസത്തിന്റെ അന്തിമ അധികാരം നമ്മുടെ കർത്താവിന്റെ അമ്മയായ മറിയയ്ക്കാണ്. 1 തിമോത്തിയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം 14:6 പറയാ, യേശുവിനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. മറ്റൊരുത്തരിൽ രക്ഷയില്ല. അപ്പോസ്തലർ 4:12 മറ്റൊരുത്തരിൽ രക്ഷയില്ല. വ്യക്തമായി പറയുക, നമുക്ക് ആരാധിക്കാനും നമ്മൾ രക്ഷിക്കാനും ഒരേ ഒരു വ്യക്തിക്ക് സാധിക്കൂ. നമുക്ക് ആ യേശുവിന്റെ അടുത്തേക്ക് നമുക്ക് നേരിട്ട് ചെല്ലാം. ആർക്കും യേശുവിനോട് പ്രാർത്ഥിക്കാം. കാരണം യേശു മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചവരുടെ ദൈവമാണ്. യേശു മരിച്ച ദൈവമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കല്ലറകളെ ഭേദിച്ചുകൊണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ അന്തിമ അധികാരം എന്ന് പറയുന്നത് മനുഷ്യരുടെ പാരമ്പര്യങ്ങളല്ല, അഭിപ്രായങ്ങളല്ല. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അതിന്റെ അർത്ഥം. അവർക്ക് അവരുടെ വിശ്വാസം, അവരത് മതങ്ങൾ അവർ വിശ്വസിച്ചോട്ടെ, അതിന് റൈറ്റ് ഉണ്ട്, അതിന് നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് സത്യവിശ്വാസം നമ്മൾ സ്വീകരിക്കുക. സത്യം എന്താണ്, വചന സത്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ, നമുക്ക് പരസ്പരം നമുക്ക് മനുഷ്യരെ ബഹുമാനിക്കാം, ദൈവദാസന്മാരെ ബഹുമാനിക്കാം, കർത്താവിന്റെ അമ്മയായ മറിയയെ ബഹുമാനിക്കാം. എന്നാൽ നമ്മുടെ പ്രത്യാശയും ആരാധനയും മധ്യസ്ഥനും യേശുക്രിസ്തുവിൽ മാത്രം അർപ്പിക്കാം. നമ്മുടെ ആരാധനയും നമ്മുടെ പ്രത്യാശയും നമ്മുടെ രക്ഷയും മധ്യസ്ഥനും യേശുക്രിസ്തുവിൽ മാത്രം അർപ്പിക്കാം. കാരണം കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ഹല്ലേലൂയ അങ്ങയുടെ വചനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങയുടെ വചനത്തിൽ ഉറപ്പിക്കണമേ. യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം കർത്താവ്, യേശു മാത്രം മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. അപ്പോൾ യേശുവിന്റെ സഹോദരന്മാരെ കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നു. യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, ഈ 4 പേരും പിന്നെ സഹോദരികളും യേശുവിനുണ്ടായിരുന്നു. അത് കുടുംബ പട്ടികയിൽ അവരുടെ പേര് എവിടെ പരാമർശിക്കുന്നുണ്ടോ അവരെല്ലാം അവരൊരുമിച്ചാണ് ആ പേര് പറയുക. മറ്റ് യാക്കോബാരും യോസമാരും യൂദമാരും ഒക്കെ അപ്പോസ്തലന്മാരുടെ ശിഷ്യഗണത്തിൽ 12 പേരിൽപ്പെട്ടവരാണ്. എന്നാൽ യേശുവിന്റെ സഹോദരന്മാർക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ എപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നത്? യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം. അവന്റെ ഉയർപ്പിന് ശേഷം അവര് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് അവർക്ക് വിശ്വാസം വന്നത്. അവരൊരുമിച്ച് ചേർന്ന് സഖിയോന്റെ മാളികയിൽ 120 പേരോടൊപ്പം അവർ സഹോദരന്മാർ 4 പേരും ഉണ്ടായിരുന്നു, സഹോദരിമാരും ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്മയെ അപമാനിക്കാനല്ല, നമ്മൾ അമ്മയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ, യേശുവിന്റെ അമ്മയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ യേശുവിനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിന്റെ അമ്മയെ നമുക്ക് അവിടെ കാണാം, മോശയെ കാണാം, അബ്രഹത്തെ കാണാം, പഴയ വിശുദ്ധന്മാരെയും പുതിയ വിശുദ്ധന്മാരെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചന സത്യങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ശ്രമിച്ചതിന് നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾ.